വനിതാ ഉദ്യോഗാർത്ഥികൾക്ക് ജോലി നേടാൻ ഇതാ ഒരു സുവർണാവസരം. ചേലക്കരയിലെ പ്രമുഖ വ്യവസായ സ്ഥാപനമായ ജോഷുവ പോളിമേഴ്സ് കമ്പനിയിലേക്ക് വനിതാ ഉദ്യോഗാർത്ഥികളെ തേടുന്നു. വിദ്യാഭ്യാസ യോഗ്യതയോ പ്രവൃത്തി പരിചയമോ ആവശ്യമില്ല. കൂടാതെ ഉയർന്ന ശമ്പളവും ESI PF ആനുകൂല്യങ്ങളും വാഹന സൗകര്യങ്ങളും ഉണ്ടായിരിക്കും. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടൂ ജോഷുവ പോളിമേഴ്സ് ചേലക്കര. ഫോൺ 9074305574 7560999543. കലാമണ്ഡലത്തിലെ ഒരു വിഭാഗം അധ്യാപകർക്കെതിരെ രൂക്ഷ വിമർശനവുമായി വിദ്യാർത്ഥികൾ രംഗത്ത്. കഴിഞ്ഞ ദിവസം വിദ്യാർത്ഥികളുടെ പരാതിയിന്മേൽ അധ്യാപകനെതിരെ ചെറുതുരുത്തി പോലീസ് പോക്സോ കേസ് ചുമത്തുകയും കലാമണ്ഡലത്തിൽ നിന്നും സസ്പെൻഡ് ചെയ്യുകയും ചെയ്തിരുന്നു. പരാതി നൽകിയ വിദ്യാർത്ഥികൾക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് കലാമണ്ഡലം വിദ്യാർത്ഥി യൂണിയന്റെ നേതൃത്വത്തിൽ പഠിപ്പ് മുടക്കി പ്രതിഷേധം സംഘടിപ്പിച്ചു. പ്രതിഷേധത്തിനിടെയാണ് വിദ്യാർത്ഥി യൂണിയൻ പ്രതിനിധികൾ ഗുരുതര ആരോപണങ്ങൾ ഉന്നയിച്ചത്. ചില അധ്യാപകരുടെ ഭാഗത്തുനിന്ന് ചില വിദ്യാർത്ഥികൾക്ക് വളരെ മോശമായിട്ടുള്ള രീതിയിൽ കുറച്ച് കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഇവിടെ. പക്ഷേ നമ്മൾ വിദ്യാർത്ഥികളാരും അത് ചോദ്യം ചെയ്യാനുമില്ല. അവർക്ക് ആ സംഭവിച്ച കുട്ടികൾക്ക് ഒരു സപ്പോർട്ടിനുമില്ല. ഇന്നാണ് ഞങ്ങൾ ആ വിദ്യാർത്ഥികളുടെ അടുത്ത് സംസാരിക്കുന്നത് ഈ ഒരു പ്രശ്നത്തെക്കുറിച്ച്. അപ്പോൾ ആ വിദ്യാർത്ഥികൾ ഞങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ട്, ചേട്ടാ, ഞങ്ങളുടെ റൂമിലുള്ള കുട്ടികളടക്കം അല്ലെങ്കിൽ ഞങ്ങളുടെ സീനിയർ ചേച്ചിമാരടക്കം ഞങ്ങൾക്ക് ഇതുണ്ടായിട്ട് ഇവിടെ നമ്മുടെ വായ ആരാണ് മൂടിക്കെട്ടി വെച്ചേക്കുന്നത്? ഈ കലാമുള്ള ആർക്ക് വേണ്ടിയുള്ളതോ? ആർക്ക് വേണ്ടിയുള്ളോ? നമുക്ക് വേണ്ടിയുള്ളതല്ലേ? പിന്നെ എന്തിനാണ് ഈ പറയുന്ന ആശാന്മാരെ പേടിച്ച് നമ്മൾ ജീവിക്കുന്നത്? എന്തിനാണ് നമ്മൾ ഈ പറയുന്ന ടീച്ചർമാരെ പേടിച്ച് ജീവിക്കേണ്ടത്? പറ. ഏകദേശം 2-3 മാസത്തോളം ഈ വിദ്യാർത്ഥികൾ ഒരു കൊല്ലത്തോളം ഈ വിദ്യാർത്ഥികൾ ആ കളരിയിൽ ഈ ആശാന്റെ കാമനോട്ടത്തിലും ബാക്കിത്തെ ആഭാസ പ്രവർത്തിക്കും വേണ്ടി അവർ നിന്ന് കൊടുക്കേണ്ടി വന്നു. 1 മാസത്തോളം, ഒരു വർഷത്തോളം. ഒന്ന് ആലോചിച്ച് നോക്ക്. നമ്മുടെ കൂട്ടത്തിലുള്ളവർക്കാണ് ഇത് ഉണ്ടാവുന്നത്. നാളെ നമുക്ക് ഉണ്ടാവുമ്പോഴാണ് നമുക്കിത് മനസ്സിലാവുള്ളൂ, അല്ലേ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. എന്തുകൊണ്ട് നമ്മൾ പ്രതികരിക്കുന്നില്ല? എന്തുകൊണ്ട് ഒരു വിദ്യാർത്ഥിക്ക് അത് ഉണ്ടായിപ്പോ നമ്മൾ അവരുടെ കൂടെ നിൽക്കുന്നില്ല? നാളെ ഇത് നമുക്കുണ്ടാവാം. ഉണ്ടാവാതിരിക്കാൻ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ വിദ്യാർത്ഥികൾ ഒരുമിച്ചാണ് ഇവിടെ കാണിച്ചു കൊടുക്കണം. നമ്മൾ മിണ്ടാതെ വാമൂടി. ഇപ്പൊ നാളെ പറയുവാണ് പരീക്ഷയ്ക്ക് നമ്മളെ തോപ്പിക്കും. നമ്മൾ അവരുടെ ഉദാഹരണത്തിലാണ് ഇവിടെ പഠിക്കാൻ വന്നത്. നമ്മളുള്ളതുകൊണ്ടാണ് ഇവിടെ ഓരോ ആശാന്മാരോടെ ഇവിടെ പഠിപ്പിക്കാനായിട്ട് കയറിയിരിക്കുന്നത്. നമ്മളില്ലെങ്കിൽ കലാമണ്ഡലമുണ്ടോ? ഇല്ല. നമുക്കാണ് ഇവിടെ ആദ്യത്തെ പ്രയോറിറ്റി വേണ്ടത്. നമ്മളാണ് കലാമണ്ഡലത്തിന്റെ ജീവൻ. നമ്മളില്ലെങ്കിൽ കലാമണ്ഡലം ഇല്ല. അങ്ങനെ നമുക്ക് വേണ്ടി ജോലി ചെയ്യാൻ വന്നേക്കണ ആശാന്മാര് വിദ്യാർത്ഥികളെ ഇവിടെ വേറെ പല കാര്യത്തിനും ഉപയോഗിച്ചാൽ, അത് എക്സാമിന്റെ പേര് പറഞ്ഞ് പേടിപ്പിച്ച് ഉപയോഗിച്ചാൽ, ഈ കഴിഞ്ഞ നിങ്ങൾ വായിച്ചിട്ടുണ്ടാവും, കഴിഞ്ഞതിന്റെ മുമ്പത്തെ കൊല്ലം കലാക്ഷേത്രയിൽ ഇതുണ്ടായി. അപ്പൊ നമ്മൾ പറഞ്ഞു അത് കലാക്ഷേത്രയിലല്ലേ എന്ന്. ഇന്നിപ്പോ നമ്മുടെ കലാമണ്ഡലത്തിലുണ്ടായി. ഇതിപ്പോ നാളെ ഇവിടെ പഠിക്കണം. ഇതിപ്പോ +1-ലോ +2-ലോ പഠിക്കുന്ന കുട്ടികൾക്കായിരിക്കും ഉണ്ടായിട്ടുണ്ടാവും. പക്ഷെ ഇത് നാളെ ഇവിടെ പഠിക്കുന്ന 8ൽ പഠിക്കുന്ന കുട്ടിക്കുണ്ടാവും. ഇത് MAക്ക് പഠിക്കുന്ന കുട്ടിക്കുണ്ടാവും. ഇവിടെ പഠിക്കുന്ന ഓരോ കുട്ടികൾക്കും ഇതുണ്ടായിട്ടുണ്ടാവും, ഇല്ലേ? നിങ്ങൾ എത്ര പേര് അത് പറയാൻ പഠിക്കുന്നുണ്ടാവും? ഇവിടെ പഠിക്കുന്ന ഓരോ കുട്ടിക്കും ആശാന്മാരുടെ ഭാഗത്തുനിന്നോ എല്ലാ ആശാന്മാരെയും നമ്മൾ അടച്ചുപൂട്ടി പറയാനുള്ള ഒരു ഭാഗം ആൾക്കാർ, ഈ പാഷാണത്തി ക്രിമി എന്നൊക്കെ പറയണ പോലെ ഒരു ഭാഗം ആൾക്കാർ ഉണ്ടായാൽ മതി. നാളെ നമ്മുടെ കലാമണ്ഡലത്തിൽ ഇത് മൊത്തം ചീത്തപ്പേരാവും, ഇല്ലേ? ഇപ്പൊ ന്യൂസിൽ എന്താ പറയണേ? കലാമണ്ഡലത്തിൽ ആശാന്മാര്, കലാമണ്ഡലത്തിൽ ഇങ്ങനെയാണ്. നാളെ ഒരു കുട്ടി ഇവിടെ പഠിക്കാൻ വരുമോ? നാളെ ഒരു കുട്ടീനെ ഇങ്ങോട്ട് പഠിപ്പിക്കാൻ കൊണ്ടുപോയി ചേർക്കുമോ? പിന്നെ ഈ നമ്മളിവിടുന്ന് പഠിച്ചിറങ്ങിയിട്ട് നമ്മളൊക്കെ ഇനി അവിടെ ജോലിക്ക് പോകും. നമ്മുടെ ഭാവി എന്താവും? ഇങ്ങനെയാണ് കലാമണ്ഡലത്തിനെ കുറിച്ച് പുറത്തെ ആൾക്കാർ പറയണമെങ്കിൽ നമ്മുടെ കലാമണ്ഡലം അങ്ങനെയാണോ? ഈ ചില ആൾക്കാർ ഇങ്ങനെ ഈ കലാമണ്ഡലത്തിനെ ഇങ്ങനെ ആക്കി കളയണം നമ്മുടെ കുറ്റാണോ? അപ്പൊ ഇവർക്കെതിരെ സംസാരിക്കേണ്ടത് ആരാ? നമ്മളല്ലേ? ഇങ്ങനെ ഒരു വിദ്യാർത്ഥിക്ക് ഉണ്ടാവാതിരിക്കാൻ നോക്കേണ്ടത് ആരാ? ഇവിടെ ആശാന്മാരെ തൊട്ട് കഴിഞ്ഞാൽ നമുക്ക് പേടിയുണ്ടാവും നമ്മളെ പുറത്താക്കുമെന്നുള്ളത്. പക്ഷെ ഈ ആശാന്മാരോട്ട് ഈ ആശാന്മാർക്ക് തോന്നലുണ്ടാവണം ആ തൊട്ട് കഴിഞ്ഞാൽ കൈ അടിച്ചങ്ങ് പൊളിക്കൂന്ന്. ആ തോന്നൽ ആരുണ്ടാക്കി കൊടുക്കണ്ടേ? ആവശ്യമില്ലാതെ ഒരു വിദ്യാർത്ഥിനെ ഉപദ്രവിച്ചാൽ നമ്മൾ എന്താ ചെയ്യണ്ടേ? ഇപ്പൊ ആ കുട്ടികൾ പറഞ്ഞു, ചേട്ടാ കുറെ നാളെ ഞങ്ങളിങ്ങനെ തൊട്ടുകൊണ്ടിരുന്നു. ആ കുട്ടികൾക്ക് അന്നേരം അത് മനസ്സിലായില്ല. കലാമണ്ഡലത്തിലെ ഒരു വിഭാഗം അധ്യാപകർ വിദ്യാർത്ഥികളെ ശാരീരികമായും മാനസികമായും പീഡിപ്പിക്കുന്ന തരത്തിലാണ് പെരുമാറുന്നതെന്നും ഇത്തരം പ്രവർത്തികൾ തുടർന്നാൽ കയ്യും കെട്ടി നോക്കിയിരിക്കില്ലെന്നും ശക്തമായ നടപടികൾ സ്വീകരിക്കുമെന്നും വിദ്യാർത്ഥികൾ പറഞ്ഞു.
പല വിദ്യാർത്ഥികൾക്കും സമാനമായ സാഹചര്യങ്ങളിലൂടെ കടന്നു പോകേണ്ടി വന്നിട്ടുണ്ടെന്നും പലരും പേടികൊണ്ട് മറച്ചുവെക്കുകയാണെന്നും വിദ്യാർത്ഥി യൂണിയൻ പ്രതിനിധികൾ വെളിപ്പെടുത്തി. ഇവിടെ കലാമണ്ഡലത്തിൽ കുറച്ചധികം കാലങ്ങളായിട്ട് തന്നെ വിദ്യാർത്ഥികൾ പല അധ്യാപകരിൽ നിന്നും, എല്ലാവരും എന്ന് പറയുന്നില്ല, എന്നാൽ ഒരു വിഭാഗം അധ്യാപകരിൽ നിന്നും പല രീതിയിലുള്ള ചൂഷണങ്ങൾ, മാനസികമായും ശാരീരികമായും, അവരുടെ എക്സാംസിൽ അവരെ തോൽപ്പിക്കും, അല്ലെങ്കിൽ വീട്ടിൽ വിളിച്ച് അവരെ കുറ്റം പറയും, അങ്ങനെയുള്ള ഭീഷണികളിൽ നിന്നും, അങ്ങനെ ഒരുപാട് കാര്യങ്ങളിൽ നിന്നും അവരെ ഭീഷണിപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് അധ്യാപകർ. അപ്പോൾ അതിൽ നിന്നും ഇവരെ മോചിപ്പിക്കുക അല്ലെങ്കിൽ അവരെ പ്രൊട്ടക്റ്റ് ചെയ്യുക എന്ന രീതിയിൽ ആണ് നമ്മൾ ഇങ്ങനെ ഒരു പ്രതിഷേധമായിട്ട് മുന്നോട്ട് വരുന്നത്. ഇപ്പോഴാണ് ഒരു വിഭാഗം കുട്ടികൾ അവരുടെ പ്രതിഷേധം ഒരു കംപ്ലൈൻറ്റ് എന്ന രീതിയിൽ ഒരു അധ്യാപകനെതിരെ നൽകിയിട്ടുള്ളത്. അങ്ങനെയുള്ള എല്ലാ അധ്യാപകർക്കെതിരെയുള്ള പ്രതിഷേധമായി വിദ്യാർത്ഥി യൂണിയൻ ഇന്ന് കലാമണ്ഡലത്തിൽ ഒരു പ്രതിഷേധ യജ്ഞം പോലെ നടത്തുകയാണ്. ഇനിയും ഇത്തരത്തിലുള്ള ചൂഷണങ്ങളുമായി മുന്നോട്ട് വരുന്ന അധ്യാപകരെ ഇതുപോലെ മുന്നറിയിപ്പ് എന്ന രീതിയിലല്ലാതെ ശക്തമായ രീതിയിൽ തന്നെ മറ്റു രീതികളുമായി ഞങ്ങൾ എതിർക്കും എന്ന് തന്നെ അറിയിച്ചുകൊള്ളുന്നു. അതുപോലെ ഇപ്പോൾ പരാതി നൽകിയിട്ടുള്ള അധ്യാപകനെതിരെയുള്ള കേസ് സത്യസന്ധമായി തന്നെ അന്വേഷിച്ച് അതിൽ സത്യം തെളിയുകയും അതിനുവേണ്ട നടപടികൾ സ്വീകരിക്കണമെന്നും അറിയിക്കുന്നു. എല്ലാ അധ്യാപകരും ഇത്തരക്കാരല്ലെന്നും വിദ്യാർത്ഥികൾ പറഞ്ഞു. എന്നാൽ മോശമായി പെരുമാറുന്ന അധ്യാപകർക്കെതിരെ പരാതി ഉന്നയിച്ചാൽ വിദ്യാർത്ഥികളെ ഭീഷണിപ്പെടുത്തുകയും മാർക്ക് കുറയ്ക്കുന്നതും ഉൾപ്പെടെയുള്ള നടപടികൾ സ്വീകരിക്കുന്നതായും ആരോപണം. മറ്റ് യൂണിവേഴ്സിറ്റികളിൽ നിന്നും വിഭിന്നമായി കലാമണ്ഡലത്തിൽ കലാവിഷയങ്ങളിലൂന്നിയാണ് പഠനമെന്നുള്ളതിനാൽ കലാവിഷയങ്ങൾ പഠിപ്പിക്കുന്ന അധ്യാപകർ നേരിട്ടാണ് മാർക്ക് നിശ്ചയിക്കുന്നത്. ഇതുമൂലം വിദ്യാർത്ഥികളുടെ മേൽ സമ്മർദ്ദം ചെലുത്തുവാൻ കഴിയുന്നുവെന്നും വിദ്യാർത്ഥികൾ പറയുന്നു. വിദ്യാർത്ഥി യൂണിയൻ ചെയർപേഴ്സൺ ശ്രീലക്ഷ്മി പ്രദീപ്, വിദ്യാർത്ഥി യൂണിയൻ പ്രതിനിധികളായ വേണി ബാബു, കൃഷ്ണദാസ്, അമർനാഥ്, അനികേത് തുടങ്ങിയവർ പ്രതിഷേധ പരിപാടിക്ക് നേതൃത്വം നൽകി. വർഷത്തിലധികം സേവന പാരമ്പര്യവുമായി സ്വാമീസ് കിച്ചൺ വെജിറ്റേറിയൻ ഹോട്ടൽ ചേലക്കരയിൽ പ്രവർത്തനം ആരംഭിച്ചു. വിവിധ തരം ദോശ വെറൈറ്റികൾ, സ്വാദിഷ്ടമായ പലഹാരങ്ങൾ, ഉച്ചയൂണ്, വീട്ടിൽ ഉണക്കിപ്പൊടിച്ചുണ്ടാക്കുന്ന മസാലപ്പൊടികൾ, ഇഡ്ഡലി, ദോശ മാവ് തുടങ്ങിയവയെല്ലാം സ്വാമീസ് കിച്ചണിൽ നിന്നും ലഭ്യമാക്കുന്നു. എല്ലാവിധ ആഘോഷങ്ങൾക്കും കാറ്ററിംഗ് സർവീസ് ഉത്തരവാദിത്വത്തോടെ ചെയ്തു നൽകുന്നു. ശനിയാഴ്ച ദിവസങ്ങളിൽ സ്പെഷ്യൽ ഡിഷുകളും കൂടാതെ വാഹന പാർക്കിംഗ് സൗകര്യവും സ്വാമീസ് കിച്ചൺ ഒരുക്കിയിട്ടുണ്ട്. മനസ്സിനെയും നാവിനെയും ഒരുപോലെ കീഴടക്കാൻ പരമ്പരാഗത തനിമയിൽ നാവിൽ കൊതിയൂറും വിഭവങ്ങളുമായി സ്വാമീസ് കിച്ചൺ ഒരുങ്ങിക്കഴിഞ്ഞു. സ്വാമീസ് കിച്ചൺ 4 ബിൽഡിംഗ്, ചേലക്കര. ഫോൺ 7356566954.